കഥയാരംഭിക്കുന്നത് മാക്സ് സ്കിന്നറെ പരിചയപ്പെടുത്തിക്കൊണ്ടാണ്. നിലവിൽ ലണ്ടനിൽ ഒരു ട്രേഡറായി അയാൾ ജോലി നോക്കുകയാണ്. കുറച്ചുകൂടി കൃത്യമായി പറഞ്ഞാൽ വർക്കഹോളിക് ട്രേഡർ. നല്ല രീതിയിൽ കമ്പനിക്ക് ലാഭമുണ്ടാക്കണം, നല്ല രീതിയിൽ റവന്യൂ ജനറേറ്റ് ചെയ്യണം, അതിനുവേണ്ടി ഏത് വിധേനയും പരിശ്രമിക്കണം എന്നൊക്കെ ചിന്തിക്കുന്ന വളരെ കണ്ണിങ് ആയിട്ടുള്ള എംപ്ലോയീസിനോട് കൃത്യമായി നിർദ്ദേശം കൊടുക്കുന്ന ഒരു വ്യക്തിയായിരുന്നു മാക്സ്. മാക്സിനെ സംബന്ധിച്ചിടത്തോളം മറ്റെന്തിനേക്കാളും വലുത് ജോലി മാത്രമായിരുന്നു. അന്നും പതിവ് പോലെ തന്റെ ജീവനക്കാർക്ക് എങ്ങനെ പ്രോഫിറ്റ് കൂട്ടണം എന്നതിനെപ്പറ്റി, ഇൻവെസ്റ്റ് ചെയ്യണം എന്നതിനെപ്പറ്റി മാക്സ് പറഞ്ഞുകൊടുത്തു. മാക്സിന്റെ കഴിവുകൊണ്ടായിരുന്നു ആ കമ്പനി നല്ല രീതിയിൽ വളർച്ച നേടിയതും. അങ്ങനെയിരിക്കെയാണ് മാക്സിനെ തേടി ഒരു കത്തെത്തുന്നത്. മാക്സിന്റെ അങ്കിൾ ഹെൻറി മരണപ്പെട്ടു എന്ന വാർത്തയായിരുന്നു അത്. അങ്കിൾ താമസിച്ചുകൊണ്ടിരുന്നത് ഫ്രാൻസിലാണ്. കുട്ടിക്കാലത്തൊക്കെ മാക്സിനെ ഏറ്റവും കൂടുതൽ ടേക്ക് കെയർ ചെയ്തിരുന്നത് അങ്കിളായിരുന്നു. മാക്സിന്റെ പാരന്റ്സ് കൊച്ചിലെ മരണപ്പെട്ടതാണ്. അന്നു മുതൽ മാക്സ് അങ്കിൾ ഹെൻറിയുടെ സംരക്ഷണത്തിലുമായിരുന്നു. അങ്കിൾ ഹെൻറിക്ക് ഫ്രാൻസിൽ വലിയൊരു വൈൻയാർഡും ഒരു ബംഗ്ലാവുമൊക്കെ ഉണ്ട്. ആ വൈൻയാർഡിൽ വൈനുണ്ടാക്കി അത് സെല്ല് ചെയ്തിട്ടൊക്കെയായിരുന്നു അങ്കിൾ ഹെൻറിയുടെ ജീവിതം മുമ്പോട്ട് പോയിരുന്നത്. മാക്സ് ആകട്ടെ ഒരു ഘട്ടം കഴിഞ്ഞപ്പോ തന്റെ ജോലിയും മറ്റാവശ്യങ്ങൾക്കുമായി ലണ്ടനിലേക്ക് കുടിയേറി. വർക്കഹോളിക്കായ മാക്സ് ആകട്ടെ അങ്ങനെ ലണ്ടനിലേക്ക് പോന്ന ശേഷം ഹെൻറിയോട് അധികം സംസാരിക്കുകയൊന്നും ചെയ്തിട്ടില്ല. അടുത്ത ദിവസം മാക്സിന്റെ അസിസ്റ്റന്റ് ജെമ്മ മാക്സിനടുത്തേക്ക് കടന്നു വന്നു. ഹെൻറിയുടെ ലോയർ മാക്സിന് ഒരു നോട്ടീസ് അയച്ചിട്ടുണ്ടെന്നും അതിൽ പറയുന്നതനുസരിച്ച് ഹെൻറിയുടെ എല്ലാ സ്വത്തിന്റെയും അവകാശിയായി രേഖപ്പെടുത്തിയിട്ടുള്ളത് മാക്സിനെയാണെന്നും ജെമ്മ കൂട്ടിച്ചേർത്തു. ജീവിച്ചിരിക്കുന്ന അങ്കിളിന്റെ ഒരേയൊരു ബന്ധു നിലവിൽ മാക്സ് ആയതുകൊണ്ട് മാക്സിന് തന്നെയായിരിക്കും അതൊക്കെ കിട്ടുക എന്നും ജെമ്മ പറഞ്ഞു വെക്കുന്നുണ്ട്. മാക്സിന് ഫ്രാൻസിലേക്ക് പോവാനും ബാക്കി കാര്യങ്ങൾ കൈകാര്യം ചെയ്യാനും എല്ലാ ഷെഡ്യൂളുകളും ജെമ്മ അറേഞ്ച് ചെയ്തിരുന്നു. പക്ഷെ മാക്സിനാകട്ടെ അതിൽ വലിയ താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല. എന്തു തന്നെയാണെങ്കിലും ജോലി കഴിഞ്ഞേ മറ്റെന്തുമുള്ളൂവെന്നും താൻ ഓഫീസ് വിട്ട് എന്റെ ഒരു കാര്യത്തിന് പോകുന്നേയില്ല എന്നുമായിരുന്നു മാക്സിന്റെ മറുപടി. അന്ന് വൈകുന്നേരം ഒരു പ്രോപ്പർട്ടി ഏജന്റ് കൂടിയായ സുഹൃത്ത് ചാർലിയെ മാക്സ് മീറ്റ് ചെയ്തു. ആ സമയം മാക്സ് അയാളോട് തനിക്ക് വന്നു ചേരുന്ന അങ്കിളിന്റെ സ്വത്തുക്കളെപ്പറ്റി സംസാരിക്കുകയാണ്. മാക്സിന് ഓർമ്മയുണ്ടായിരുന്നതടക്കം മാക്സ് വിശദീകരിച്ചു. അങ്കിളിന്റെ ബംഗ്ലാവിൽ 6 ബെഡ്റൂംസ് ഉണ്ട്, സ്വിമ്മിംഗ് പൂളും ടെന്നീസ് കോർട്ടും ഒരു വലിയ കിച്ചണും വൈൻയാർഡും ഒക്കെയുണ്ട്. അങ്ങനാണെങ്കിൽ അത് മാക്സ് വിൽക്കാൻ ഉദ്ദേശിക്കുന്നെങ്കിൽ വളരെ വേഗത്തിൽ വലിയൊരു തുക മാക്സിന്റെ കയ്യിൽ വരും എന്ന് ചാർലി പറയുകയാണ്. ഏകദേശം $100 of millions കിട്ടാൻ സാധ്യതയുണ്ട് എന്നും ചാർലി വ്യക്തമാക്കുന്നുണ്ടായിരുന്നു. അത്രയധികം തുക കിട്ടും എന്ന് കേട്ടതും മാക്സിന്റെ മനസ്സ് മാറി. അടുത്ത ദിവസം തന്നെ ഫ്രാൻസിലേക്ക് പുറപ്പെടാൻ മാക്സ് തീരുമാനിച്ചു. വൈകാതെ മാക്സ് അങ്കിളിന്റെ വീട്ടിലേക്ക് എത്തി. അങ്ങോട്ടേക്ക് എത്തിച്ചേർന്നതിന് പിന്നാലെ വീടിന്റെ ഓരോ മുക്കും മൂലയും മാക്സ് നോക്കാൻ ആരംഭിച്ചു. അവിടെ അങ്ങനെ നിൽക്കുമ്പോ അങ്കിൾ ഹെൻറിയുമൊത്തുള്ള ഒരു ഓർമ്മ മാക്സിന്റെ ഉള്ളിലേക്ക് ഓടി വന്നു. കുട്ടിക്കാലത്താണ് ഹെൻറിയും മാക്സും ടെന്നീസ് കളിക്കുകയായിരുന്നു. അന്ന് കുട്ടിയായ മാക്സ് തുടർച്ചയായി പരാജയപ്പെട്ടപ്പോ വല്ലാതെ ചിണങ്ങാനും വഴക്കിടാനുമൊക്കെ ആരംഭിച്ചു. അന്ന് അമ്മാവൻ ഹെൻറി പറഞ്ഞു, മോനെ, തോൽവിയും നേരിടാൻ പഠിച്ചിരിക്കണം. എപ്പോഴും വിജയം മാത്രമായിരിക്കില്ല ജീവിതത്തിൽ സംഭവിക്കുക. ഒരുപാട് പരാജയങ്ങളിലൂടെ കടന്നുപോയി ഒടുവിൽ വിജയിക്കുമ്പോ അത് കൂടുതൽ മധുരമുള്ളതായി തോന്നും. ശേഷം മാക്സ് മുമ്പിലേക്ക് നടന്നു വൈൻയാർഡിലേക്ക് എത്തിച്ചേർന്നു. അവിടെ എത്തുമ്പോൾ അവിടെ ജോലിക്കാരനും കാര്യസ്ഥനുമായ ഫ്രാൻസിസ് ഡെഫ്ലോട്ട് ഉണ്ടായിരുന്നു. ഫ്രാൻസിസ് അങ്കിൾ ഹെൻറിയുടെ വലങ്കൈയായിരുന്നു. തന്റെ ഭാര്യ ലൂഡി വൈനിനൊപ്പം അവിടെ കഴിഞ്ഞ 2 പതിറ്റാണ്ടുകളായി ഫ്രാൻസിസ് ഉണ്ട്. ഫ്രാൻസിസ് ആയിരുന്നു വൈൻയാർഡിന്റെ കാര്യമൊക്കെ നോക്കിയിരുന്നത്. ഫ്രാൻസിസിനോട് മാക്സ് സംസാരിച്ചുകൊണ്ടിരുന്നു. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി അങ്കിൾ ഹെൻറിയുടെ കാഴ്ച തീരെ നഷ്ടപ്പെട്ടിരുന്നെന്നും അദ്ദേഹം കുറേയേറെ കഷ്ടപ്പെട്ടു എന്നുമൊക്കെ ഫ്രാൻസിസ് പറയുന്നുണ്ടായിരുന്നു. അത് കേട്ടതും മാക്സിന് കുറ്റബോധം തോന്നി. അടുത്ത ദിവസം പുലർച്ചെ മാക്സ് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ നോക്കി. പക്ഷേ കിച്ചണിൽ അധികം വസ്തുക്കളൊന്നും ഇല്ലാത്തതുകൊണ്ട് മാക്സിന് അതിന് സാധിക്കുന്നുണ്ടായിരുന്നില്ല. മാക്സിനാണെങ്കിൽ വിശക്കുന്നുമുണ്ട്. പക്ഷേ ഭാഗ്യവശാൽ ആ സമയം ലൂഡിവൈൻ കയറി വന്നു. ലൂഡിവൈൻ മാക്സിന് ആവശ്യമുള്ള ഭക്ഷണം കൊടുത്തു. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചുകൊണ്ടിരിക്കെ മാക്സിന് ജമ്മയിൽ നിന്നൊരു കോൾ എത്തി. എത്രയും വേഗം ഹെൻറിയുടെ വക്കീലിനെ കണ്ട് കാര്യങ്ങൾ മുമ്പോട്ട് നീക്കുവാനും വൈകിട്ട് 5 മണിയോടെ തിരിച്ച് ലണ്ടനിലേക്ക് എത്തണമെന്നും ജമ്മ ആവശ്യപ്പെട്ടു. മാക്സിന്റെ ബോസിന് മാക്സിനെ മീറ്റ് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ടത്രേ. അത് കേട്ടതും വളരെ പെട്ടെന്ന് തന്നെ മാക്സ് നേരെ നോട്ടറി ഓഫീസിലേക്ക് പുറപ്പെട്ടു ചെന്നു. പക്ഷേ ധൃതി പിടിച്ച് ആ പോകുന്ന പോക്കിൽ ഫാനി എന്ന ഒരു ലേഡിയുടെ സൈക്കിൾ മാക്സ് തട്ടി വീഴ്ത്തിയിരുന്നു. മാക്സ് ആണെങ്കിൽ അത് ശ്രദ്ധിച്ചതുമില്ല. നോട്ടറി ഓഫീസിലെത്തിയ മാക്സ് നോട്ടറിയെ കണ്ട് ഡോക്യുമെന്റ്സും കാര്യങ്ങളുമൊക്കെ സോർട്ട് ഔട്ട് ചെയ്തു. തനിക്ക് അവിടെ വൈനൊന്നും ഉണ്ടാക്കിയിരിക്കാൻ നേരമില്ലെന്നും താൻ ആ പ്രോപ്പർട്ടി വിൽക്കാനാണ് ഉദ്ദേശിക്കുന്നത് എന്നും മാക്സ് വ്യക്തമാക്കുന്നുണ്ടായിരുന്നു. കഴിഞ്ഞ 20 കൊല്ലമായി അവിടുത്തെ വൈൻയാർഡിൽ ജോലി നോക്കുന്ന ഫ്രാൻസിസുമായി താനൊരു എഗ്രിമെന്റ് ഉണ്ടാക്കിക്കോളാമെന്നും നല്ലൊരു തുക അദ്ദേഹത്തിന് കോമ്പൻസേഷനായി കൊടുത്തോളാം എന്നും മാക്സ് പറയുന്നുമുണ്ട്. പക്ഷേ മാക്സ് വിചാരിച്ച പോലെ കാര്യങ്ങൾ അത്ര ഈസി ആയിരുന്നില്ല.
ഉണ്ടായിരുന്നില്ല. മാക്സിന്റെ പ്ലാനുകൾ ഫ്രാൻസിസിന്റെ ചെവിയിലെത്തിയിരുന്നു. ഫ്രാൻസിസിന് വല്ലാതെ ദേഷ്യം വന്നു. ഫ്രാൻസിസിനെ സംബന്ധിച്ചിടത്തോളം വർഷങ്ങളായി താൻ വളർത്തിക്കൊണ്ടുവന്ന സ്വന്തം മകനെ പോലായിരുന്നു ആ വൈൻയാർഡ്. അത് വിൽക്കുന്നതിനെ പറ്റി അയാൾക്ക് ചിന്തിക്കാൻ പറ്റില്ലായിരുന്നു. പക്ഷേ മാക്സ് ആകട്ടെ അതൊന്നും കാര്യമായി പരിഗണിച്ചതേയില്ല. മാക്സ് അവിടെ നിന്ന് പുറപ്പെടാനൊരുങ്ങി. പക്ഷേ പെട്ടെന്ന് വണ്ടി നിർത്തി അവൻ ഇറങ്ങി വന്നു. വീടിന്റെ മുക്കും മൂലയും ഫോട്ടോ എടുത്തു. പൊട്ടൻഷ്യൽ ബയേഴ്സിനെ കിട്ടിയാൽ ഫോട്ടോസൊക്കെ കാണിച്ചു കൊടുക്കണമല്ലോ, അതിനു വേണ്ടിയായിരുന്നു അത്. അങ്ങനെ മാക്സ് ഫോട്ടോ എടുത്ത് സ്വിമ്മിംഗ് പൂളിന്റെ നടുവിലെ തൂണിലെത്തി. പക്ഷെ പെട്ടെന്ന് മാക്സിന്റെ ബാലൻസ് പോയി. കാല് തെറ്റി പൂളിനകത്തെ മണ്ണിലേക്ക് അവൻ വീണു. അവിടെ നിന്ന് കയറി വരാൻ മാക്സ് കഷ്ടപ്പെടുന്നുണ്ടായിരുന്നു. എന്ത് ചെയ്തിട്ടും സാധിക്കുന്നില്ല. അപ്പോഴാണ് അങ്ങോട്ടേക്ക് ഫാനി കടന്നു വരുന്നത്. തന്റെ സൈക്കിൾ ഇടിച്ച് താഴെയിട്ടത് ആരാണ് എന്നന്വേഷിച്ച് എത്തിച്ചേർന്നതായിരുന്നു ഫാനി. ഫാനിയുടെ സൗന്ദര്യമൊക്കെ കണ്ടതും ഫാനിക്കുമേൽ മാക്സിനൊരു അട്രാക്ഷനും താല്പര്യവുമൊക്കെ തോന്നുന്നുണ്ട്. പക്ഷെ മാക്സ് ആണ് വണ്ടിയിടിച്ച് തന്നെ വീഴ്ത്തിയത് എന്നറിയാവുന്ന ഫാനി മാക്സിനോട് ദേഷ്യത്തിലായിരുന്നു ഇടപെട്ടത്. മാക്സിന്റെ ദേഹത്തേക്ക് ഫാനി വെള്ളമടിച്ചു. പൂളിലേക്ക് വെള്ളവും തുറന്നു വിട്ടു. എന്തായാലും അതുകൊണ്ട് വെള്ളം നിറഞ്ഞ് പൂളിൽ നിന്ന് പുറത്തു വരാൻ മാക്സിന് കഴിഞ്ഞു. പക്ഷേ ആ ഒരു കാരണം കൊണ്ട് മാക്സിന് പറഞ്ഞ സമയത്ത് ലണ്ടനിലേക്ക് പോവാൻ സാധിച്ചില്ല. ജമ്മയുടെ കോൾ വന്നു. എന്തായാലും ഒരാഴ്ച കൂടി ഇങ്ങോട്ടേക്ക് വരണ്ട എന്ന് പറഞ്ഞായിരുന്നു കോൾ. മാക്സിന്റെ ആ നടപടിയുടെ പേരിൽ ഒരാഴ്ച സസ്പെൻഡ് ചെയ്തിരിക്കുകയാണത്രേ. പക്ഷേ എന്നിരുന്നാലും കുറച്ച് ദിവസം കഴിഞ്ഞ് ജോലിക്കായി ഓഫീസിലേക്ക് പോവാൻ മാക്സ് തീരുമാനിച്ചിരുന്നു. അമ്മാവൻ ഹെൻറിയുടെ വീട്ടിൽ മാക്സ് തങ്ങാൻ തുടങ്ങി. പിറ്റേന്ന് പുലർച്ചെ ഒരു തേളായിരുന്നു മാക്സിന് കണിയായിട്ടുണ്ടായിരുന്നത്. ധരിക്കുവാൻ അവിടെ വേറെ വസ്ത്രമില്ലാത്തതുകൊണ്ട് അങ്കിളിന്റെ വസ്ത്രമൊക്കെ എടുത്ത് മാക്സ് ധരിച്ചു. കുറച്ചു കഴിഞ്ഞതും ചാർലിയുടെ കോൾ വന്നു. പ്രോപ്പർട്ടിയുടെ കണ്ടീഷനെ പറ്റി റിയൽ എസ്റ്റേറ്റ് ഏജന്റ് കൂടിയായ ചാർലി മാക്സിനോട് അന്വേഷിക്കുന്നുണ്ട്. വീടിന്റെ അവസ്ഥ അത്ര നല്ലതല്ലെന്നും കുറച്ച് മെയിന്റനൻസ് ഒക്കെ ചെയ്താലേ നല്ല ബയേഴ്സിന് വിൽക്കാൻ പറ്റൂ എന്നും മാക്സ് മനസ്സിലാക്കി. അവിടുത്തെ സിറ്റുവേഷൻ ഒന്നും കാര്യമായി പരിഗണിക്കാതിരുന്ന ചാർലിയാകട്ടെ അടുത്ത 3 ദിവസത്തിനുള്ളിൽ വീടിന്റെ അറ്റകുറ്റപ്പണികളൊക്കെ തീർക്കാൻ നോക്കിയേക്ക് എന്ന് മാക്സിനെ ഉപദേശിച്ചു. ഒറ്റയ്ക്ക് തനിക്ക് അവിടുത്തെ മെയിന്റനൻസ് പണികൾ ചെയ്തു തീർക്കാൻ പറ്റില്ല, അത് 3 ദിവസത്തിനുള്ളിൽ എന്ന് മാക്സിന് അറിയാമായിരുന്നു. മാക്സ് അതുകൊണ്ട് തന്നെ ഫ്രാൻസിസിന്റെ സഹായം തേടി. ആദ്യം ഫ്രാൻസിസ് ഒന്നിനും തയ്യാറാകുന്നുണ്ടായിരുന്നില്ല. പക്ഷെ മാക്സ് ഫ്രാൻസിസിന് ഒരു ഉറപ്പ് കൊടുത്തു. വൈൻയാർഡ് വിറ്റ് മറ്റൊരിടമസ്ഥം വന്നാലും ഫ്രാൻസിസിന് തന്നെയായിരിക്കും അതിന്റെ കാര്യസ്ഥ ചുമതല ഉണ്ടാവുക. അക്കാര്യം താൻ ഉറപ്പു തരാം. മാക്സിന്റെ ആ വാക്കുകൾ ഫ്രാൻസിസിനെ ആശ്വസിപ്പിച്ചിരുന്നു. മാക്സിന്റെ കൂടെ വീട്ടിലെ അറ്റകുറ്റപ്പണികൾ തീർക്കാൻ ഫ്രാൻസിസ് തയ്യാറാവുകയാണ്. അവരൊന്നിച്ച് റിപ്പയർ വർക്കുകൾ ചെയ്യാൻ തുടങ്ങി. പിന്നീടായിരുന്നു അങ്ങോട്ടേക്ക് ഒരു പെൺകുട്ടി വന്നു നിന്നത്. വന്ന പെൺകുട്ടി താൻ ഹെൻറിയുടെ മകളാണ് എന്ന് അവകാശപ്പെട്ടു. കൃത്യമായി പറഞ്ഞാൽ ഒരു ജാരസന്തതി. ക്രിസ്റ്റി എന്നായിരുന്നു ആ പെൺകുട്ടിയുടെ പേര്. പക്ഷേ ഒറ്റയടിക്ക് മാക്സിനത് വിശ്വസിക്കാൻ പറ്റില്ലല്ലോ. മാക്സ് ചോദ്യം ചെയ്തു. ക്രിസ്റ്റി തന്റെ അമ്മയും ഹെൻറിയും ഒന്നിച്ചു നിൽക്കുന്ന ഫോട്ടോയൊക്കെ മാക്സിനെ കാണിച്ചു കൊടുത്തു. താൻ അന്വേഷിച്ചു വന്ന തന്റെ അച്ഛൻ മരണപ്പെട്ടു എന്ന വാർത്ത ക്രിസ്റ്റിയെ കുറച്ചൊന്ന് ഞെട്ടിക്കുന്നതായിരുന്നു. അവൾ വല്ലാതെ സങ്കടപ്പെട്ടു. പിന്നാലെ മാക്സ് വീണ്ടും വക്കീലിനെ ചെന്നു കണ്ടു. ഇൻഹെറിറ്റൻസുമായി ബന്ധപ്പെട്ട സംശയങ്ങൾ വക്കീലിനോട് തിരക്കി. ക്രിസ്റ്റി വന്നതുകൊണ്ട് തനിക്ക് കിട്ടേണ്ടുന്ന സ്വത്തുക്കളുടെ കാര്യത്തിൽ എന്തെങ്കിലും മാറ്റമുണ്ടാവുമോ എന്നായിരുന്നു അവൻ അറിയേണ്ടിയിരുന്നത്. പക്ഷേ അങ്കിളിന്റെ മകളാണെങ്കിൽ സ്വത്തിൽ അവൾക്കും അവകാശം വരും എന്ന് വക്കീൽ പറഞ്ഞതോടെ മാക്സ് കുറച്ച് വല്ലാതാവുന്നുണ്ട്. ഏത് ജാരസന്തതിയാണെങ്കിലും ഹെൻറിയുടെ മകളാണോ സ്വത്തിൽ അവൾക്ക് അവകാശം വരും എന്ന് വക്കീൽ കൂട്ടിച്ചേർത്തിരുന്നു. അവിടെ നിന്ന് തിരികെ പോകുമ്പോൾ മാക്സ് ഫെനിയുടെ കഫേയുടെ മുമ്പിലെത്തി. ഫെനി അവിടെ കസ്റ്റമേഴ്സിന് സെർവ് ചെയ്തിരിക്കുകയായിരുന്നു. ഒട്ടും മടിക്കാതെ മാക്സ് ഫെനിയുടെ മുമ്പിലേക്ക് കയറി ചെന്നു. പക്ഷെ മാക്സിന്റെ വരവിനോട് ഫെനി വളരെ റൂഡായിട്ടായിരുന്നു പെരുമാറിയത്. അന്ന് തന്നെ വണ്ടിയിടിച്ചിട്ടിട്ടും മാക്സിനിങ്ങനെ നിൽക്കാൻ എങ്ങനെ പറ്റുന്നു എന്നൊക്കെ ഫെനി ചോദ്യം ചെയ്തിരുന്നു. അന്ന് വണ്ടിയിടിച്ച് വീണപ്പോ തനിക്കേറ്റ പരിക്ക് വരെ ഫെനി അവനെ കാണിച്ചു കൊടുത്തു. അവിടെ നിന്നും പോന്ന മാക്സ് നേരെ വീട്ടിലേക്ക് ചെല്ലുകയാണ്. മാക്സ് നേരെ ഫ്രാൻസിസിനെ കണ്ടു. ഫാനിയെപ്പറ്റി മാക്സിന് കൂടുതൽ അറിയണമായിരുന്നു. പക്ഷേ മാക്സ് കൂടുതൽ കാര്യങ്ങൾ ഫ്രാൻസിസിനോട് ചോദിക്കുന്നതിന് മുമ്പേ എല്ലാ കാര്യങ്ങളും ഫ്രാൻസിസ് മാക്സിനോട് പറഞ്ഞു. മുമ്പ് ലയൺ ടീമിലെ ഒരു ഫുട്ബോൾ പ്ലെയറുമായി ഫാനി മാരീഡ് ആയിരുന്നു. പക്ഷേ അയാൾ വളരെ മോശം മനുഷ്യനായിരുന്നു. ഒടുവിൽ അവർ ഡിവോഴ്സ്ഡ് ആയി. പിന്നീട് ഫാനി ആരോടും നല്ല രീതിയിൽ മനസ്സ് തുറന്ന് ഇടപഴകിയിട്ടില്ല. എല്ലാവരുടെയും മുമ്പിൽ അവൾ അവളുടെ ഹൃദയത്തിന്റെ വാതിൽ കുട്ടിയടച്ചു. അന്ന് രാത്രിയിൽ മാക്സ് ക്രിസ്റ്റിക്കൊപ്പം ഡിന്നർ കഴിക്കാനിരുന്നു. ആ സമയത്താണ് ക്രിസ്റ്റിക്ക് വൈനിനെ പറ്റിയൊക്കെ ഒരുപാട് അറിയാമെന്ന് മാക്സ് മനസ്സിലാക്കുന്നത്. ക്രിസ്റ്റി വരുന്നത് നാപ്പ എന്ന ഇടത്തു നിന്നുമായിരുന്നു. നാപ്പയിലെ ആളുകൾ അവരുടെ ഇഷ്ടവിനോദമായി ചെയ്യുന്നതും പ്രധാനമായി ഉണ്ടാക്കുന്നതും വൈൻ തന്നെയാണ്. അതിന്റെ രുചി ടെസ്റ്റ് ചെയ്യാൻ തന്നെ ക്രിസ്റ്റി മിടുക്കിയായിരുന്നു. അങ്കിൾ ഹെൻറിയെ പോലെ വൈനിൽ അവൾക്കുള്ള പ്രാവീണ്യവും മറ്റ് കാര്യങ്ങളുമൊക്കെ മാക്സ് നോക്കിക്കാണുന്നുണ്ടെങ്കിലും വിവാഹം പോലും കഴിക്കാത്ത ഹെൻറിക്ക് അത്തരത്തിലൊരു മകളുണ്ടാവുന്നതിന്റെ സാധ്യതയെപ്പറ്റി മാക്സിനങ്ങ് വിശ്വസിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ക്രിസ്റ്റിയെ ഹെൻറിയുടെ മകളായി അംഗീകരിക്കാൻ മാക്സിന് സാധിക്കുന്നേ ഉണ്ടായിരുന്നില്ല. കാര്യം അങ്കിൾ ചെറിയൊരു കാസിനോവയായിരുന്നു എന്നൊക്കെ മാക്സിന്
അറിയാമായിരുന്നു. പക്ഷെ അങ്കിൾ ആരോടും ഇതുവരെ സീരിയസ് റിലേഷൻ ഒന്നും ഉണ്ടായിട്ടില്ല. എന്തായാലും വരനോടത്ത് വെച്ച് കാണാമെന്ന് മാക്സ് തീരുമാനിച്ചു. അടുത്ത ദിവസം മാക്സ് ഫാനിയുടെ കഫേയിലേക്ക് പോയി. ഫാനിയുടെ കഫേയിൽ നല്ല തിരക്കായിരുന്നു. കസ്റ്റമേഴ്സിനെ ഒറ്റയ്ക്ക് മാനേജ് ചെയ്യാൻ ഫാനി കഷ്ടപ്പെടുന്നുണ്ടായിരുന്നു. ഫാനിക്ക് അടുത്ത് ചെന്ന മാക്സ് അവളെ സഹായിക്കാമെന്നും അന്ന് അവിടുത്തെ വെയിറ്ററായി ജോലി നോക്കാമെന്നും പറഞ്ഞു. ആദ്യം ഫാനി അതിന് സമ്മതിച്ചില്ല. പക്ഷെ തിരക്ക് കൂടി വന്നപ്പോ മാക്സിനെ വെയിറ്ററായി ജോലി നോക്കാൻ ഫാനി അനുവദിച്ചു. അന്ന് വൈകുന്നേരം തിരക്കൊക്കെ കഴിഞ്ഞപ്പോ മാക്സിന്റെ ജോലിക്ക് ഫാനി പ്രതിഫലം കൊടുത്തു. പക്ഷേ മാക്സ് അത് വാങ്ങാൻ കൂട്ടാക്കുന്നുണ്ടായിരുന്നില്ല. അവളെ വണ്ടിയിടിച്ച് വീഴ്ത്തിയതിന് ക്ഷമാപണം എന്ന മട്ടിൽ ഫാനിയെ മാക്സ് ഒരു ഡേറ്റിന് ക്ഷണിച്ചു. പക്ഷേ വളരെയധികം കഠിനമായ രീതിയിൽ തന്നെ ഡേറ്റിന് പോവാനുള്ള ആ ഇൻവിറ്റേഷൻ ഫാനി തള്ളിക്കളഞ്ഞു. പക്ഷേ അന്ന് ഒക്കെ കഴിഞ്ഞ് വീട്ടിലേക്ക് പോവാൻ നേരം ഫാനി തന്റെ മനസ്സ് മാറ്റി. ശനിയാഴ്ച 8 മണിക്കാണെങ്കിൽ മാത്രം ഡേറ്റിന് പോവാം എന്ന് ഫാനി പറഞ്ഞു. വൈകാതെ മാക്സിനെ തേടി ചാർലിയുടെ കോൾ എത്തി. ആ സ്ഥലത്തിൽ ഒരുപാട് ബയേഴ്സ് ഇൻട്രസ്റ്റഡ് ആണെന്നും കച്ചവടത്തിന് മുമ്പ് തനിക്കിടമൊന്ന് നേരിട്ട് കാണണം, അതിനായി താൻ ഫ്രാൻസിലേക്ക് വരുന്നു എന്നും ചാർലി അറിയിക്കുന്നുണ്ടായിരുന്നു. അന്ന് രാത്രിയിൽ ഫ്രാൻസിസിന്റെ ഇടത്ത് മാക്സ് പോയി. അവിടെ ഒന്നിച്ച് ഡിന്നർ കഴിക്കാൻ അവർ തീരുമാനിച്ചിരുന്നു. അവിടെ ക്രിസ്റ്റിയുടെ സാന്നിധ്യം കണ്ടതും മാക്സ് കുറച്ച് അസ്വസ്ഥനാവുന്നുണ്ട്. ഇനിയും ഇങ്ങനെ തുടർന്നാൽ ശരിയാവില്ല, തന്റെ അധികാരമൊക്കെ പോവുമോ എന്നുകൂടി ഭയന്നിരുന്ന മാക്സ് തന്റെ ഉള്ളിലെ ഇൻസെക്യൂരിറ്റി പുറത്തെടുത്തു. ക്രിസ്റ്റി അമ്മാവന്റെ മകളാണെന്നത് വിശ്വസിക്കാൻ പറ്റുന്നില്ല എന്നവൻ തീർത്തു പറഞ്ഞു. മാത്രമല്ല അതിന് നല്ലൊരു തെളിവ് പോലുമില്ല. അവളാകെ കാണിച്ചത് ഹെൻറിയും അവളുടെ അമ്മയും നിൽക്കുന്ന ഒരു ഫോട്ടോ ആണ്. അതൊരുപക്ഷെ എഡിറ്റ് ചെയ്തുണ്ടാക്കിയത് പോലും ആവാം. അതും അമ്മാവന്റെ മരണശേഷമാണ് അവൾ വന്നത്. ഒരുപക്ഷെ അമ്മാവന് കുറെ സ്വത്തുക്കളുണ്ടെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതുകൊണ്ട് സ്വത്ത് കൈക്കലാക്കാൻ വന്ന ഒരു ഫ്രോഡാണോ അവൾ എന്നങ്ങനെ മനസ്സിലാക്കും. മാക്സ് തന്റെ ആശങ്കകൾ ഉയർത്തി. പക്ഷേ ആരോപണങ്ങൾ ക്രിസ്റ്റിയെ വേദനിപ്പിച്ചിരുന്നു. ആരോപണങ്ങൾ തള്ളിയവൾ സങ്കടത്തിലും ദേഷ്യത്തിലും അവിടെ നിന്ന് എഴുന്നേറ്റ് പോയി. തിരിച്ച് വൈൻയാർഡിൽ കൂടിയായിരുന്നു ക്രിസ്റ്റി വീട്ടിലേക്ക് പോയത്. പോകുന്ന വഴിയിൽ ആരോ കരയുന്ന ശബ്ദം അവൻ കേട്ടു. അവൻ നോക്കിയപ്പോ കണ്ടത് ഒരുപാട് കുടിച്ചിരുന്ന് കരയുന്ന ക്രിസ്റ്റിയെയായിരുന്നു. ക്രിസ്റ്റിയെ പൊക്കിയെടുത്ത് മാക്സ് വീട്ടിലേക്ക് കൊണ്ടുപോവാൻ തുടങ്ങി. ക്രിസ്റ്റി ആ സമയം മാക്സിനോട് പറഞ്ഞു, നിങ്ങൾ എന്നെ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും ഒന്നുമില്ല, എനിക്ക് വേണ്ടിയിരുന്നത് എന്റെ അച്ഛന്റെ സ്നേഹം മാത്രമായിരുന്നു. ക്രിസ്റ്റിയുടെ ആ വാക്കുകൾ മാക്സിന്റെ കണ്ണു തുറപ്പിച്ചിരുന്നു. താൻ പണ്ട് അനാഥനായപ്പോൾ കടന്നുപോയ അവസ്ഥ മാക്സിന്റെ ഉള്ളിലേക്ക് ഓടിയെത്തി. താൻ അന്ന് ആഗ്രഹിച്ചിരുന്ന പോലൊരു സ്നേഹമാണ് ക്രിസ്റ്റി ഇപ്പോൾ ആഗ്രഹിക്കുന്നത് അവൻ മനസ്സിലാക്കി. അടുത്ത ദിവസം അവരുടെ വീട്ടിലേക്ക് ഒരു എനോളജിസ്റ്റ് എത്തിയിരുന്നു. വൈനിനെ പറ്റി ആധികാരമായി വിവരമുള്ള വ്യക്തി. ഹെൻറിയുടെ വൈൻയാർഡിൽ ഉണ്ടാക്കുന്ന വൈനിന്റെ ക്വാളിറ്റി അയാൾ ചെക്ക് ചെയ്യാനായിരുന്നു എത്തിയത്. വൈൻ ക്വാളിറ്റി അദ്ദേഹം ചെക്ക് ചെയ്തു. പക്ഷേ അത്രമേൽ ക്വാളിറ്റി അതിനില്ല എന്നും രേഖപ്പെടുത്തി. പിന്നാലെയാണ് വൈൻയാർഡ് അയാൾ പരിശോധിക്കുന്നത്. അവിടുത്തെ ചെടികളും അത്ര നല്ലതല്ല, അതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് എന്നും അയാൾ വ്യക്തമാക്കി. ഈ വൈൻയാർഡും കൊണ്ട് മുമ്പോട്ട് പോകുന്നതിൽ കാര്യമില്ലെന്നും മറ്റെന്തെങ്കിലും പ്ലാൻ ചെയ്തോളൂ എന്നും അദ്ദേഹം വ്യക്തമാക്കി തിരിച്ചുപോയി. അത് കേട്ടതും കച്ചവടത്തെ ബാധിക്കുമോ എന്നൊക്കെ ചിന്തിച്ച് മാക്സ് കുറച്ച് വല്ലാതാവുന്നുണ്ട്. മാക്സ് പിന്നാലെ വീടിന്റെ ഭാഗത്തേക്ക് ചെല്ലുമ്പോ ഹെൻറിയുടെ വിലപിടിച്ച കുറെ ഡോക്യുമെന്റ്സ് ഒക്കെ ക്രിസ്റ്റി പൂളിലേക്ക് ഇടുന്നത് അവൻ നോക്കിക്കണ്ടു. ഓടിച്ചെന്ന് മാക്സ് അതൊക്കെ വീണ്ടെടുക്കാൻ തുടങ്ങി. ആ കൂട്ടത്തിൽ അങ്കിളിന്റെ ഒരു ഡയറിയും ഉണ്ടായിരുന്നു. ആ ഡയറി തുറന്നു നോക്കിയപ്പോ മാക്സ് അതിനുള്ളിൽ ക്രിസ്റ്റിയുടെ കയ്യിലുണ്ടായിരുന്ന പോലത്തെ അങ്കിൾ ഹെൻറിയും ക്രിസ്റ്റിയുടെ അമ്മയും നിൽക്കുന്ന ഫോട്ടോ കണ്ടെടുക്കുകയാണ്. അതിലെഴുതിയിരുന്ന വിവരങ്ങളുടെ കൂടി അടിസ്ഥാനത്തിൽ ക്രിസ്റ്റി അങ്കിളുടെ മകൾ തന്നെയാണ് എന്ന് മാക്സ് മനസ്സിലാക്കുന്നുണ്ട്. അടുത്ത ദിവസം മാക്സിനൊരു കോൾ വന്നു. താൻ അങ്കിൾ ഹെൻറിയുടെ വീടിന് മുമ്പിലെത്തിയിട്ടുണ്ട് എന്ന് പറഞ്ഞുള്ള ചാർലിയുടെ കോളായിരുന്നു അത്. പക്ഷേ അന്ന് ചാർലിക്കൊപ്പം വീടോ വൈൻയാർഡോ ചുറ്റിക്കാണിക്കാൻ മാക്സിന് സമയമുണ്ടായിരുന്നില്ല. അന്നായിരുന്നു ഫാനിക്കൊപ്പം ഡേറ്റിന് മാക്സ് പറഞ്ഞിരുന്നത്. മാക്സ് നേരെ ഫാനിയെ ചെന്ന് കണ്ടു. അവരൊന്നിച്ചൊരു സിനിമയ്ക്ക് പോയി. അവർ തമ്മിൽ വളരെ പെട്ടെന്ന് തന്നെ ഒരു അടുപ്പം രൂപപ്പെട്ടിരുന്നു. അവരൊരുപാട് സംസാരിച്ചു. അന്ന് രാത്രിയിൽ അവരൊന്നിച്ചായിരുന്നു ചിലവഴിച്ചത്. പിറ്റേന്ന് പുലർച്ചെ അവർ തമ്മിലുണ്ടായ ശാരീരിക ബന്ധം ഓർമ്മിപ്പിച്ച് ഫാനി സംസാരിച്ചു. തലേന്ന് നടന്നതൊന്നും നിങ്ങൾ മനസ്സിൽ വെക്കണ്ട, നിങ്ങൾ വൈകാതെ ലണ്ടനിലേക്ക് തിരികെ പോകും എന്നെനിക്കറിയാം. നമ്മുടെ റിലേഷൻഷിപ്പും അതുകൊണ്ട് തന്നെ വർക്കാവാൻ സാധ്യതയില്ല. മാക്സിന് അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ലായിരുന്നു. എന്നിരുന്നാലും മാക്സ് ഒന്നും മിണ്ടിയില്ല. പിന്നീടായിരുന്നു വീടും വൈൻയാർഡും വിൽക്കുന്നതുമായി ബന്ധപ്പെട്ട് എഗ്രിമെന്റ് സൈൻ ചെയ്യാൻ ചാർലി മാക്സിനോട് ആവശ്യപ്പെട്ടത്. ഫാനിയുടെ കാര്യവും മറ്റു പലതും ചിന്തിച്ച് ആദ്യം മാക്സ് മടിച്ചു നിന്നെങ്കിലും ഒടുവിൽ എഗ്രിമെന്റ് അവൻ സൈൻ ചെയ്തു. ഫ്രാൻസിസിനെ അതൊരുപാട് വേദനിപ്പിച്ചിരുന്നു. ഫ്രാൻസിസ് അന്ന് ഏറെ ഇമോഷണലായി മാക്സിനോട് സംസാരിച്ചു. മാക്സിന് ഒന്നുമില്ലാതെ ആരുമില്ലാതെ നിന്ന സമയത്തും ഹെൻറി മാക്സിന്റെ കൂടെ നിന്നിരുന്നു. അദ്ദേഹത്തോട് നീ കാണിക്കുന്ന അനാദരവാണിത്. ഫ്രാൻസിസ് അത് പറഞ്ഞ് അവിടെ നിന്ന് പോയി. വൈകാതെ ക്രിസ്റ്റിയും മാക്സിനോട് ഗുഡ് ബൈ പറഞ്ഞു. അവളും തന്റെ നാട്ടിലേക്ക് മടങ്ങാൻ തീരുമാനിച്ചിരുന്നു. ക്രിസ്റ്റി പുറപ്പെട്ടു പോയി. കുറച്ചു കഴിഞ്ഞതും മാക്സിന് എന്തെന്നില്ലാത്ത കുറ്റബോധം തോന്നി. ജീവിതത്തിലുടനീളം അത് തന്റെ കൂടെ കൂടാതിരിക്കാൻ മാക്സ് ക്രിസ്റ്റിയെ ഫോളോ
ചെയ്തു ചെന്നു. അവൾ ഇട്ടിട്ട് പോയ ഒരു ബുക്ക് ക്രിസ്റ്റിക്ക് കൈമാറി. പരസ്പരം പിരിയുന്നതിന് മുമ്പ് അവൾ അങ്കിൾ ഹെൻറിയുടെ മകളാണ് എന്ന് താൻ അംഗീകരിക്കുന്നു. നിന്നെ കാണാൻ അങ്കിളിനെ പോലെ തന്നെയുണ്ട് എന്ന് മാക്സ് അവളോട് പറയുന്നുണ്ട്. ക്രിസ്റ്റി വൈകാതെ ട്രെയിനിൽ യാത്ര തുടങ്ങി. പോകുന്ന വഴിയിൽ അവൾ ആ ബുക്ക് തുറന്നു നോക്കി. അതിനുള്ളിൽ ഒരു കത്തുണ്ടായിരുന്നു. ആ കത്ത് അവൾ വായിച്ചു. ഹെൻറി എഴുതിയ ഒരു കത്തായിരുന്നു അത്. തന്റെ മകൾ ക്രിസ്റ്റിയെ കണ്ടെത്തി സ്വത്തുക്കൾ മുഴുവൻ അവൾക്ക് കൈമാറണം എന്ന മട്ടിൽ മാക്സിനായി ഹെൻറി എഴുതിയിരുന്ന കത്ത്. യാഥാർത്ഥ്യത്തിൽ ആ കത്ത് ഹെൻറി എഴുതിയതായിരുന്നില്ല, മാക്സ് തന്നെ എഴുതി ഉണ്ടാക്കിയതായിരുന്നു. അങ്കിളിന്റെ കൈയക്ഷരവും ഒപ്പുമടക്കം എഴുതാൻ അറിയാവുന്ന മാക്സ് അങ്കിളിന്റെ വിൽപത്രം തിരുത്തുവാൻ ശ്രമിക്കുകയായിരുന്നു ചെയ്തത്. ആ ഒരു സംഭവത്തോടെ വീടിന്റെയും വൈൻയാർഡിന്റെയും വിൽപ്പന തടസ്സപ്പെട്ടു. മാക്സ് തിരികെ ലണ്ടനിലേക്ക് എത്തി. ബോസിനെ ചെന്നു കണ്ടു. ഉയർന്ന ശമ്പളവും ജോലി ഉയർച്ചയും അടക്കം ബോസ് വാഗ്ദാനം ചെയ്തെങ്കിലും മാക്സ് തന്റെ ആ ജോലി വിടാൻ തീരുമാനിച്ചിരുന്നു. ഫ്രാൻസിലേക്ക് തിരികെ പോവാനും ഫാനിക്കൊപ്പം ജീവിക്കാനും മാക്സ് തീരുമാനിച്ചുറപ്പിച്ചു കഴിഞ്ഞിരുന്നു. അതിനു പിന്നിൽ ഒരു കാര്യവുമുണ്ട്. ഫാനിയായിരുന്നു തന്റെ ബാല്യകാല പ്രണയിനി എന്ന സത്യം ഇതിനിടയിൽ മാക്സ് മനസ്സിലാക്കിയിരുന്നു. പണ്ട് ഹെൻറിയെ കാണുവാൻ ഫാനിയുടെ അമ്മ വൈൻയാർഡിൽ വന്നപ്പോഴായിരുന്നു ഫാനി അവൻ ആദ്യമായി കണ്ടത്. ശേഷം 1 വർഷം കഴിഞ്ഞ് ഫാനിയെ വിവാഹം കഴിച്ച് മാക്സ് ഫ്രാൻസിൽ ജീവിക്കാൻ തുടങ്ങിയിരുന്നു. ഹെൻറിയുടെ ബംഗ്ലാവിൽ തന്നെയായിരുന്നു അവർ ജീവിച്ചുകൊണ്ടിരുന്നത്. ക്രിസ്റ്റിയും അവർക്കൊപ്പമുണ്ടായിരുന്നു. ഫ്രാൻസിസിനൊപ്പം ക്രിസ്റ്റിയും ഒത്തുചേർന്ന് വൈൻയാർഡ് മാനേജ് ചെയ്യാനും നല്ല വൈൻ ഉൽപ്പാദിപ്പിക്കാനും ആരംഭിച്ചു. അവരുടെ വൈൻ മാർക്കറ്റിൽ ശ്രദ്ധ നേടിയതോടെ അവർ വീണ്ടും സമ്പന്നരായി മാറിക്കൊണ്ടിരുന്നു. സന്തോഷത്തോടെ അവരുടെയും ജീവിതം മുമ്പോട്ടു പോകുന്ന ദൃശ്യങ്ങളോടെ ചലച്ചിത്രം അവസാനിക്കുകയാണ്. രസകരമായ ഈ ചലച്ചിത്രം നിങ്ങൾക്കിഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റുകളിൽ രേഖപ്പെടുത്തുക. കഴിയുമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും കൂട്ടുകാർക്ക് ഷെയർ ചെയ്തു കൊടുത്തും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. അടുത്ത എപ്പിസോഡിൽ മറ്റൊരു മികച്ച ചലച്ചിത്രവുമായി നമുക്ക് കണ്ടുമുട്ടാം. അതുവരെ ബൈ.